കഴിഞ്ഞ ദിവസത്തെ സീസൺ ക്ലാസ്സിൽ കയറിയായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരിക്കില്ലേ മുമ്പേ തന്നെ? കയറിയിരുന്നു. ആതിര കയറിയില്ലായിരുന്നു അല്ലേ? ഇല്ല സർ, കേറിയിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഓക്കെ. ഞാൻ റെക്കോർഡിങ്സ് നാളെ നല്ല ഓക്കെ, ഇന്ന് വൈകുന്നേരം ക്ലാസ് ഉണ്ടാവും, 5 മണിക്കുണ്ട്. അപ്പോൾ റെക്കോർഡിംഗ് അപ്ലോഡ് ചെയ്യാത്തത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഞാൻ ഞായറാഴ്ച തൊട്ടൊരു ടൂറുണ്ട് നമുക്ക്. അപ്പോൾ അതൊരു 10-25 ദിവസത്തെ ടൂറാണ്. അപ്പോൾ ആ സമയത്ത് മിക്കവാറും എത്രത്തോളം ക്ലാസ്സിൽ എടുക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പൊന്നുമില്ല. അപ്പോൾ എന്തായാലും പോകുന്നതിന് മുമ്പ് ആഹ് പുള്ളിയുടെ സീസാറ്റ് ക്ലാസ്സിൽ ഒരു 3 ക്ലാസ്സുകളായിട്ട് പുള്ളിയുടെ സീസാറ്റിന്റെ കോംപ്രിഹെൻഷൻ തീർക്കാം എന്നൊരു ഉദ്ദേശത്തിലാണ്. പിന്നെ ഈ ഒരു മൊഡ്യൂള് ഡീഫോറസ്റ്റേഷൻ ആൻഡ് എൻവയോൺമെന്റ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്ന മൊഡ്യൂൾ ഇന്ന് നാളെയും കൂടെ ആയിട്ട് തീർക്കാം. പിന്നെ മിഥുൻ സാറിന്റെ ഹിസ്റ്ററിയുടെ കുറച്ച് പോർഷൻസ് മിഡീവൽ ഇന്ത്യ പോകുന്നതിന് മുമ്പ് തീർക്കാം. അപ്പോൾ അത് അത്രയും തീർത്തിട്ട് പോകാമെന്നൊരു ഉദ്ദേശത്തിലാണ്. അപ്പോൾ എന്നിട്ട് സൺഡേ മുതൽക്ക് അങ്ങോട്ട് നിങ്ങളിതുവരെ ഈ വീഡിയോസ് എല്ലാം ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് അപ്ലോഡ് ചെയ്യാം എന്നൊരു ഉദ്ദേശത്തിലാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് ആ ഒരു സമയത്ത് പോകുന്ന സ്ഥലത്ത് നല്ല ഹോട്ടലൊക്കെയാണ് അല്ലെങ്കിൽ വൈഫൈ കവറേജ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ടും എടുക്കാം. ഓക്കെ. അപ്പോൾ അത്ര ഉറപ്പൊന്നുമില്ല, പറ്റുന്ന പോലെ കവർ ചെയ്യാം. എന്തായാലും തീർക്കാൻ പറ്റുന്ന അത്രയും മാക്സിമം തീർക്കാം. നിങ്ങൾ അത് വെച്ചിട്ട് ബാക്കിയുള്ള എൻവയോൺമെന്റിന്റെ ബാക്കി പോർഷൻസ് വെച്ചിട്ട് അത് കവർ ചെയ്തേക്കാം. പ്രിലിംസ് രൂപ തീർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മെയ് 26-നായിരിക്കും തിരിച്ചു വരുന്നത്. ആ സമയത്തും പിന്നെ ഒരു 3-4 ദിവസം ഒരു ലാസ്റ്റ് ഒരു റിവിഷൻ എന്ന പോലെ എങ്ങാനും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് കൂടെ എടുത്ത് തീർക്കാം. എൻവയോൺമെന്റ് ബയോഡൈവേഴ്സിറ്റി മിക്കവാറും എടുത്ത് തീർക്കാം. ബയോഡൈവേഴ്സിറ്റി പോലുള്ള പോർഷൻസ് എടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മിക്കവാറും ഞാൻ അടുത്ത ബയോഡൈവേഴ്സിറ്റിയിലേക്കായിരിക്കും പോകുന്നത്. ഈ ഡീഫോറസ്റ്റേഷനും ഡീഗ്രഡേഷനും കഴിഞ്ഞതിന് ശേഷം നേരെ ബയോഡൈവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പറ്റുന്ന പോലെ തീർക്കാം. നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ ടൈം ഉള്ളതുപോലെ കണ്ടോ. ഓക്കെ. അപ്പോൾ അതാണ് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. എന്തായാലും ബയോഡൈവേഴ്സിറ്റിനെ തീർക്കാമെന്ന ഉദ്ദേശത്തിലാണ് ഇരിക്കുന്നത്. എത്രത്തോളം തീർക്കാൻ പറ്റുന്നുള്ള അറിയില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് ഡീഫോറസ്റ്റേഷൻ ആൻഡ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിലേക്ക് പോവാം. ഇത് കമ്പാരിറ്റീവ്ലി ഫാക്ച്വൽ ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ഓക്കെ. കുറേയേറെ ഫാക്ട്സ് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ്. അപ്പോൾ ആ ഫാക്ട്സ് ഏതൊക്കെയാണ്? ഒത്തിരി കൺസെപ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് റിലേറ്റീവ്ലി കുറച്ച് സ്പീഡിൽ പോകാനായിട്ട് പറ്റും. ഞാൻ കുറച്ച് സ്പീഡിൽ പോവും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഫോളോ ചെയ്ത് പോകാനായിട്ട്. ഡൗട്ടുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും വീഡിയോ കണ്ടു നോക്കിയാൽ മതി. 2x സ്പീഡിലാണ് കണ്ടിട്ട് അതുപോലെ കണ്ടു നോക്കിയാൽ മതി. ഓക്കെ. സോ മൂവിങ് ഓൺ ഡീഫോറസ്റ്റേഷൻ ആൻഡ് ഡീഗ്രഡേഷൻ. അപ്പോൾ നമ്മളിത് രണ്ട് സെഗ്മെന്റ് ആയിട്ടാണ് ഈ വീഡിയോ പോകുന്നത്. ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് എന്നൊരു ഏരിയ ആണ് നമ്മൾ മെയിൻലി കവർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിന്റെ കൺസർവേഷൻ അല്ലെങ്കിൽ അതിന്റെ പ്രിവെൻഷൻ, എന്തൊക്കെ ചെയ്ത് അതിനെ പ്രിവെന്റ് ചെയ്യാം എന്നൊരു ഐഡിയ ആണ് ആ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിനകത്ത് പോകുന്നത്. ഡീഗ്രഡേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയക്കുള്ളിൽ നമ്മൾ മെയിനായിട്ട് ഡെസേർട്ടിഫിക്കേഷൻ, സോയിൽ ഡീഗ്രഡേഷൻ ആണ് നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യുന്നത്. സോയിൽ ഡീഗ്രഡേഷൻ കവർ ചെയ്യുന്നുണ്ടെങ്കിലും സോയിൽ ഡീഗ്രഡേഷനകത്തുള്ളിൽ തന്നെ ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് കവർ ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഒത്തിരി സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോഗ്രഫി സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ, ഇത് ജോഗ്രഫി ആയിട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ടൈം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നില്ല. ജോഗ്രഫിയിൽ ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഏരിയാസ് ഞാൻ ജോഗ്രഫി ആണെന്ന് തന്നെ പറയും. അതിനകത്ത് എന്തെങ്കിലും മെൻഷൻ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്ത് പോകും. അപ്പോൾ ആ ഒരു അപ്രോച്ചിലായിരിക്കും ഞാൻ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഹെഡിങ് എഴുതാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്ന ഹെഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതിനകത്ത് പ്യൂർ ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. പ്യൂർ ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഐഡിയ മാത്രമേ ഞാൻ തരുന്നുള്ളൂ. അത് റെഫർ ചെയ്യണം എന്ന് ചെയ്യേണ്ട പോർഷൻസ് റെഫർ ചെയ്യാൻ തന്നെ പറയും. അത് ഉറപ്പായിട്ട് നിങ്ങൾ റെഫർ ചെയ്തേക്കുക. കാര്യം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഏരിയാസ് ആയിരിക്കും. ഓക്കെ. സോ സ്റ്റാർട്ടിങ് ഫ്രം ഫോറസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ തുടങ്ങുന്നത് ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ എന്നൊരു ഐഡിയ ആണ്. അപ്പോൾ ആ ഒരു ഐഡിയയിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ആദ്യം ഇന്ത്യയിൽ ഫോറസ്റ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇന്ത്യൻ എൻവയോൺമെന്റിൽ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇതിന്റെ ഒരു ഡെഫിനിഷൻ എന്താണ്, ഇതിന്റെ ഒരു ലീഗൽ സ്റ്റാറ്റസ്, ഇതിന്റെ ഡിഫറെന്റ് വേർഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ ടൈപ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ഫണ്ടമെന്റൽസ് നമുക്ക് ആദ്യം അറിയണം. ഈ ഒരു മൊഡ്യൂളിന്റെ തുടക്കത്തിൽ ഡീഫോറേഷൻ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം ഇതാ പഠിക്കേണ്ടത്. ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയണം. ബേസിക് സ്റ്റാറ്റ്സ്, ഇന്ത്യയിൽ എത്ര പെർസെൻറ്റേജ് ഫോറസ്റ്റ് ഉണ്ട്,
എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട്. ആ ഫസ്റ്റ് പാർട്ട് നമുക്ക് ഡെഫിനേഷൻ തന്നെ തുടങ്ങാം. ഇന്ത്യയിൽ ഏത് ആക്റ്റിലാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ആക്ട്സിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഏതൊക്കെ ജഡ്ജ്മെന്റ്സിലാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഡോക്യുമെന്റ്സിലാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നൊരു ഐഡിയ അല്ലെങ്കിൽ ഫോറസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കെൻ യു ഗീവ് സം ആൻസർ? ഇന്ത്യയിലെ ഫോറസ്റ്റിന്റെ ഡെഫിനേഷൻ ഒക്കെ വരുന്നത് എനി ഐഡിയ? എങ്ങനെയാണ് ഇന്ത്യയിൽ ഫോറസ്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡെഫിനേഷൻ ഉണ്ടോ? ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിലെ ഡെഫിനേഷൻ ഉണ്ട്. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടില് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിന്റെ ഡെഫിനേഷൻ ആണോ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് ആണോ? അല്ല. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിലെ ഡെനിയില് പറഞ്ഞു, ഡെനിയിൽ ഒരു കേസിന്റെ പേര് പറഞ്ഞു, കേസ് ഗോദവർമ്മൻ കേസ്. ഈ ഒരു കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിലിംസിന് വേണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം ഈ ഗോദവർമ്മൻ കേസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഒരു കേസ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് TN ഗോദവർമ്മൻ തിരുമുൽപ്പാട് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. ഇത് കേരളത്തിലുള്ള ഒരാളാണ്. കേരള. ഓക്കെ. TN ഗോദവർമ്മൻ തിരുമുൽപ്പാട് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1995 ഒരു കേസാണ്. ഇതിന് ഓർഡർ വന്നത് 1996 എന്താണ് ഈ കേസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് ചോദിക്കും. ഇപ്പോൾ കറണ്ട് റെലവൻസിൽ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ വർഷത്തെ ഫിലിംസിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു കേസിലാണ് സുപ്രീം കോർട്ട് TN ഗോദവർമ്മൻ തിരുമുൽപ്പാട് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കേസിലാണ് സുപ്രീം കോർട്ട്, ഇതൊരു നമ്മൾ പലപ്പോഴും ജുഡീഷ്യൽ ഇന്റർവെൻഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ജുഡീഷ്യൽ ആക്ടിവിസം, ജുഡീഷ്യൽ ഇന്റർവെൻഷൻ ഒക്കെ നമ്മൾ പേപ്പർ 2 പഠിക്കും, ക്വാളിറ്റിയിൽ പഠിക്കുമ്പോഴത്തേക്ക് ജുഡീഷ്യൽ ഇന്റർവെൻഷൻസിന്റെ ഒരു പേര് ഒരു ഫോർ എൻവയോൺമെന്റിലേക്കുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നതാണ് സുപ്രീം കോർട്ട് ഓർഡർ ഓൺ ഗോദവർമ്മൻ കേസ്. എന്താണ് ദ ഫോറസ്റ്റ് കേസ് എന്ന പേരിലാണ് ഇത് ഇമ്പോർട്ടൻ്റ് ഫേമസ് ആയിട്ടുള്ളത്, ഫോറസ്റ്റ് കേസ്. ഈ ഒരു കേസിലാണ് സുപ്രീം കോർട്ട് ലാൻഡ് മാർക്കിംഗ് ആയിട്ടുള്ളൊരു ജഡ്ജ്മെന്റ് കൊടുത്തത്. ഇന്ത്യയിൽ ഫോറസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോറസ്റ്റ് ഷുഡ് ബി ഡിഫൈൻ ഓൺ ദ ബേസിസ് ഓഫ് ഡിക്ഷണറി മീനിങ്. ഡിക്ഷണറിയിൽ എന്താണോ, ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ എന്താണോ ഫോറസ്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ആ രീതിയിലായിരിക്കണം ഇന്ത്യയിലെ ഫോറസ്റ്റിനെ ഡിഫൈൻ ചെയ്യേണ്ടത് എന്ന് സുപ്രീം കോർട്ട് ഓർഡർ ഇട്ട ഒരു കേസാണ് TN ഗോദവർമ്മൻ കേസ്. എന്തുകൊണ്ട് സുപ്രീം കോടതിക്ക് ഇങ്ങനെ ഒരു ഓർഡർ കൊടുക്കേണ്ടി വന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫോറസ്റ്റിന് ഒരു ക്ലിയർ ഡെഫിനേഷൻ കൊടുക്കാനായിട്ട് പോസിബിൾ അല്ല. ഇപ്പൊ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള ഫോറസ്റ്റിന്റെ കണ്ടീഷൻ ആയിരിക്കില്ല രാജസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞാൽ. തെലങ്കാനയിലുള്ള ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊരു ഫോറസ്റ്റിന്റെ അവസ്ഥയായിരിക്കില്ല ജമ്മു കാശ്മീരിലേക്ക് പോയി കഴിഞ്ഞാൽ. ഓരോ സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തെയും ടോപ്പോഗ്രഫി ഡിഫറെൻ്റ് ആണ്, ക്ലൈമറ്റ് ഡിഫറെൻ്റ് ആണ്, സ്റ്റേറ്റ് റെഗുലേഷൻസ് ഡിഫറെൻ്റ് ആണ്, ആൾക്കാരുടെ ജീവിതം ഡിഫറെൻ്റ് ആണ്. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഓരോ സ്റ്റേറ്റിലും ഓരോ രീതിയിലായിരിക്കും ഫോറസ്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും ഫോറസ്റ്റിനെ നമ്മൾ ഫോറസ്റ്റ് എന്ന രീതിയിലേക്ക് അതിനെ ഒരു കൺസിഡർ ചെയ്യുന്നത് ഓരോരോ രീതിയിലായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് റിലേറ്റഡ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഫോറസ്റ്റ് കൺസർവേഷൻ, ഡെവലപ്മെന്റൽ പ്രോജക്ട്സ്, ഇതിങ്ങനെയുള്ള പല കേസസിലും ഫോറസ്റ്റിന് ഒരു ക്ലിയർ ഡെഫിനേഷൻ ഇല്ലാത്തത് പലപ്പോഴും ഇന്ത്യയിൽ പല രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾക്കും വഴിവെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റിന്റെ ഒക്കെ ഭാഗമായിട്ട് ഈ ഗോദവർമ്മൻ തിരുമുൽപ്പാട് എന്താണ്, കേസ് എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഒരു ബ്രീഫിംഗ് കൊടുത്തിട്ടുണ്ട്, ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് റെഫർ, വായിച്ചാൽ മതി. എന്താണ് ഗോദവർമ്മൻ കേസ്, എന്തിനാണ് ആ കേസ് കൊടുത്തത്, അതിന്റെ ജഡ്ജ്മെന്റ് എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വായിച്ചു നോക്കുക കൃത്യമായിട്ട്. ഇതിന്റെ ഒരു ഔട്ട്കം മാത്രമേ പറയുന്നുള്ളൂ. ഈ ഒരു കേസിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഫോറസ്റ്റിനെ സുപ്രീം കോർട്ട് ഓർഡർ ഇട്ടത് ഡിക്ഷണറി മീനിങ്ങിൽ ഫോറസ്റ്റിനെ കാണണം എന്നുള്ളത്. ഇപ്പൊ ഡിക്ഷണറി മീനിങ്ങിൽ ആസ് ഓഫ് നൗ 2024 വരെയും ഈ ഒരു സമയം വരെയും ഇന്ത്യയിൽ ഫോറസ്റ്റിന് ഡെഫിനേഷൻ ആയിട്ട് ഇപ്പോൾ സുപ്രീം കോർട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഡിക്ഷണറി മീനിങ് തന്നെയാണ്. എ ലാർജ് ട്രാക്ട് ഓഫ് ലാൻഡ് കവേർഡ് വിത്ത് ട്രീസ് ആൻഡ് underbrush woodland. The trees on such a tract to cut down a forest. To cut down a forest ഡിഫറെന്റ് മീനിങ് ആണ്. ഇത് വെട്ടേക്കുക. അതിന് മുമ്പ് വരെയുള്ള ഏരിയാസ്. ഈ ഒരു രീതിയിലാണ് ഫോറസ്റ്റിനെ കാണേണ്ടത് ആസ് ഓഫ് നൗ. ഇങ്ങനെ വേണം ഫോറസ്റ്റിനെ ഡിഫൈൻ ചെയ്യാനായിട്ട്. ട്രീസ് ആവാം, അണ്ടർബുഷ് ആവാം, വുഡ്ലാൻഡ് ആകാം, എന്ത് വേണോ ആകാം. ഈ ഒരു ഡെഫിനേഷനിൽ വേണം ഫോറസ്റ്റിനെ കാണാനായിട്ട്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡിക്ഷണറി മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ആക്ച്വലി ബ്രോഡ് ഡെഫിനേഷൻ. ഈ ഒരു ഡിക്ഷണറി മീനിങ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ എന്തും ഫോറസ്റ്റ് ആയിട്ട് വരും.
ഗ്രാസ് ലാൻഡും ഫോറസ്റ്റ് ആയിട്ട് വരും, മരയില്ലാത്ത സ്ഥലവും ഫോറസ്റ്റ് ആയിട്ട് വരും, ചെറിയ പുൽച്ചെടികൾ വന്നു കഴിഞ്ഞാൽ അതും ഫോറസ്റ്റ് ആയിട്ട് വരും, വലിയ ട്രീസ് വന്നു കഴിഞ്ഞാൽ അതും ഫോറസ്റ്റ് ആയിട്ട് വരും. ഈ ഒരു കേസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫോറസ്റ്റിന് ഒരു ബ്രോഡർ ആയിട്ടുള്ള ഡെഫിനേഷൻ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഈ ഫോറസ്റ്റിന് ബ്രോഡർ ഡെഫിനേഷൻ കൊടുത്തത് മാത്രമല്ല ഈ കേസിന്റെ ഇമ്പോർട്ടൻസ്, ഈ ഒരു കേസിന് ശേഷം ഇന്ത്യയിൽ ഫോറസ്റ്റ് കൺവേർഷൻ ഫോർ നോൺ ഫോറസ്ട്രി പർപ്പസ് വളരെ വലിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നു. അത്ര പെട്ടെന്നൊന്നും ഒരു കാടിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, ഫോർ നോൺ ഫോറസ്ട്രി പർപ്പസിന് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കേസിന്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. എന്താണിത് ഓരോ 1, 2, 3 എന്നാണുള്ളത്. കംപ്ലീറ്റ് ബാൻ ഓൺ ദ മൂവ്മെന്റ് ഓഫ് കട്ട് ട്രീസ്, കുറേ ദ ഫെല്ലിംഗ് ഓഫ് ഓൾ ട്രീസ് ഇൻ ഓൾ ഫോറസ്റ്റ് ടു റിമെയിൻ സസ്പെൻഡഡ്. ഒരു കൺട്രി ഇപ്പോൾ കേരളത്തിൽ നിന്നാണ് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പൊളിറ്റിയിൽ പറയുന്ന പോലെ കേസ് ഏതായിരുന്നു, മട്ട് എന്തായിരുന്നു മട്ടിന്റെ കേസ്, പെട്ടെന്ന് വിട്ടുപോയി. നമ്മൾ പൊളിറ്റിയിലെ ലാൻഡ്മാർക്കിംഗ് കേസായിട്ട് പറയുമല്ലോ. പെട്ടെന്ന് റിമൈൻഡ് ചെയ്തോ, എനിക്ക് പെട്ടെന്ന് പോയി. കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസ് പറയുന്നത് പോലെ തന്നെ ഒരു ലാൻഡ്മാർക്കിംഗ് ആയിട്ടുള്ള കേസാണ് ഈ ഗോദവർമ്മ കേസ്, ഫോറസ്റ്റ് കേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ റെലവൻസ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. അപ്പോൾ ഈ ഒരു കേസിലാണ് ഞാൻ ഇത് പറയാൻ കഴിച്ചത്. ഇതിപ്പോൾ ന്യൂസിനകത്ത് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അത് ഏത് കോണ്ടെക്സ്റ്റിലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് നമുക്കുണ്ട്. 1980 വന്നൊരു ആക്ട് ഉണ്ട് നമുക്ക്. ഈ ആക്ടും സ്റ്റാൻഡ് ചെയ്യുന്നത്, ഈ ഒരു ആക്ടിന്റെയും ഒറിജിനൽ ഇന്റൻഷൻ എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡൈവേർഷൻ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. FCA 1980 എന്ന് പറയുന്ന ആക്ടിന്റെയും ഒറിജിനൽ ഇന്റൻഷൻ എന്ന് പറയുന്നത് പ്രിവെന്റിങ് ഫോറസ്റ്റ് ഡൈവേർഷൻ. ഇത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ആക്ടിന്റെ ഒറിജിനൽ ഇന്റൻഷൻ. ഇതിനകത്തും ഫോറസ്റ്റ് എന്താണെന്നുള്ള ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആക്ട് ഇപ്പോൾ റീസെന്റ് ന്യൂസിനകത്തുണ്ട്. കാര്യം FCA ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെന്റ് ആക്ട് 2023 വന്നിട്ടുണ്ടായിരുന്നു. ആ ആക്ടിൽ കുറേയേറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്, ബോർഡർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്, എക്കോ ടൂറിസം ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടൊക്കെ ഫോറസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറച്ചുകൂടി നാരോ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അത് നാരോ ഡൗൺ ചെയ്തെന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. ഞാനിത് ഇവിടെ തൽക്കാലത്തേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെന്റ് ആക്ട് 2023 എന്താണ് ഈ ഇതിനകത്തുള്ള ഒരു ബില്ലിന്റെ പ്രശ്നം, ഈ ആക്ടിന്റെ പ്രശ്നം. കൺട്രി വേൾഡ് വൈഡ് ആയിട്ട് ഒത്തിരി, നേഷൻ വൈഡ് ആയിട്ട് ഒത്തിരി പ്രൊട്ടസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻവയോൺമെന്റലിസ്റ്റിന്റെ കയ്യിൽ നിന്ന്, ബ്യൂറോക്രസിന്റെ കയ്യിൽ നിന്നൊക്കെ ഒത്തിരി പ്രൊട്ടസ്റ്റ് വന്നിട്ടുള്ള ഒരു അമെൻമെന്റ് ആക്ടാണ് ഈ 2023 കൺസർവേഷൻ അമെൻമെന്റ് ആക്ട്. നിങ്ങൾ തൽക്കാലത്തേക്ക് ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഫോറസ്റ്റ് എന്ന് പറയുന്ന ബ്രോഡർ ഡെഫിനേഷൻ, ഗോദവർമ്മ കേസിൽ വളരെ ബ്രോഡായിട്ട് ഡിഫൈൻ ചെയ്തിരുന്ന ഫോറസ്റ്റിനെ ഈ ഒരു ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെന്റ് ആക്ട് വന്നപ്പോഴത്തേക്ക് നാരോ ഡൗൺ ചെയ്തു എന്നുള്ളതാണ് ഈ അമെൻമെന്റ് ആക്ടിന്റെ ഒരു ഡ്രോബാക്ക്. അപ്പോൾ അതെങ്ങനെ നാരോ ഡൗൺ ചെയ്തു എന്നുള്ളത് നമുക്ക് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പഠിക്കും, നാളെ പഠിക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പഠിക്കും. ആ സമയത്തുമ്പോഴത്തേക്ക് അത് പറയാം. ഈ ഒരു അമെൻമെന്റ് വന്നു 2023. അത് ഞാൻ അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് ഈ അമെൻമെന്റ് എന്നുള്ളത്. ഈ അമെൻമെന്റിനെതിരെ പിന്നീട് കോർട്ടിലേക്ക് അപ്പീൽ പോയി. അപ്പൊ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ ഈ ഒരു ഏരിയ ഒന്ന് റെഫർ ചെയ്ത് വെച്ചേക്കുക. ഇതാ ഞാൻ പറഞ്ഞത്, ഇതൊരു ഫാക്ച്വൽ ഏരിയ ആണ്, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി സമ്മപ്പ് ചെയ്തുതരാം ഇത് പറഞ്ഞതിന് ശേഷം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇന്ത്യയിൽ ഫോറസ്റ്റിനെ നമ്മൾ കഴിഞ്ഞൊരു വർഷം വരെ 2023 വരെ ഡിഫൈൻ ചെയ്തിരുന്നത്, ഫോളോ ചെയ്തിരുന്നത് ഗോദവർമ്മ കേസ് എന്ന് പറയുന്ന കേസിനകത്ത് കോർട്ട് കൊടുത്ത ആ ഒരു വേർഡിക്റ്റിന്റെ ബേസിസിലാണ്. വോയിസ് ക്ലിയർ ആണല്ലോ, കുഴപ്പമില്ലല്ലോ? ഓക്കെ. അപ്പൊ ആ ഒരു കേസിൽ ഫോറസ്റ്റിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് വളരെ ബ്രോഡ് ആയിട്ടായിരുന്നു, ഡിക്ഷണറി ഡെഫിനേഷൻ ആണ്, ഇത് മനസ്സിലാക്കുക. ദെൻ ഈ ഫോറസ്റ്റിന്റെ ഡൈവേർഷനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ആക്ട് ഉണ്ടായിരുന്നത്. ഇതിനുള്ളിൽ തന്നെ നമുക്ക് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു. ആക്ടിന്റെ പർപ്പസ് അത് തന്നെയായിരുന്നു, ഫോറസ്റ്റ് ഡൈവേർഷൻ പ്രിവെന്റ് ചെയ്യുക. റീസെന്റ് വന്ന 2023 അമെൻമെന്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫോറസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ബ്രോഡർ കൺസെപ്റ്റിന്, ഗവൺമെന്റ് കേസിനകത്ത് വരുന്ന ബ്രോഡർ കൺസെപ്റ്റിന് ഈ അമെൻമെന്റ് വഴി നാരോ ഡൗൺ ചെയ്തു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ, റണ്ണിങ് സൂസ്, സഫാരി പാർക്ക്, എക്കോ ടൂറിസം ഫെസിലിറ്റീസ്, ആക്ട് സ്പെസിഫൈസ് സം ആക്ടിവിറ്റീസ് എസ്പെഷ്യലി ഓൺ ബോർഡർ ഏരിയാസ്, 100 കിലോമീറ്റർ അവേ ഫ്രം ബോർഡേഴ്സ്. ഇങ്ങനെ കുറേ കോൺട്രഡിക്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രൊവിഷൻസ് ഈ അമെൻമെന്റ് ആക്ടിനകത്തുണ്ട്. ഇതെല്ലാം ഫോറസ്റ്റ് കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റീനെ, ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യണേ, 1 സെക്കൻഡ്.
ഓക്കെ, ഓഡിബിൾ അല്ലേ? ഓക്കെ. പിന്നെ ഫോറസ്റ്റ് കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നാരോ ഡൗൺ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രം മനസ്സിലാക്കി വെച്ചേക്കാം. ദെൻ അതിൻ്റെ ഒരു ഫോളോ അപ്പ് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. ഈ ഒരു അമെൻമെന്റ് ആക്ടിനെതിരെ കോർട്ടിൽ അപ്പീൽ പോയിട്ടുണ്ടായിരുന്നു. ആ അപ്പീലിന്റെ ഭാഗമായിട്ട് കോർട്ട് പിന്നെയും ഗവൺമെന്റിനോട് ഡയറക്റ്റ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് ഓഫ് നോ തൽക്കാലത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഗോദവർമെന്റ് കേസ് 1996 ജഡ്ജ്മെന്റ്, ദാറ്റ് ഈസ് ഗോദവർമെന്റ് ജഡ്ജ്മെന്റിനകത്ത് എന്താണോ കോർട്ട് പറഞ്ഞത് അത് തന്നെ തൽക്കാലത്തേക്ക് കണ്ടിന്യൂ ചെയ്യുക എന്ന രീതിയിലാണ് കോർട്ട് ഇപ്പോൾ ഓർഡർ ഇട്ടേക്കുന്നത്, ഇന്റീരിയം ഓർഡർ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിന്റെ ഡെവലപ്മെന്റ്സ് ഇനി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രിലിംസിൽ വേണ്ടി മനസ്സിലാക്കേണ്ടത്, ഇവിടെ പഠിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഈ ഗോദവർമെന്റ് കേസ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ്, ഔട്ട്കംസ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, 1, 2, 3 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി വെച്ചേക്കുക. ഗോദവർമെന്റ് കേസ്. രണ്ടാമത് മനസ്സിലാക്കി വെച്ചേക്കേണ്ടത് ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെന്റ് ആക്ട് 2023. അപ്പോൾ നോക്കി വെച്ചേക്കുക. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, ഇതിന്റെ ഒറിജിനൽ പ്രൊവിഷൻസ്, ഇത് രണ്ടോടുള്ള കമ്പാരിസൺ. ഇത് 3 ഇയേഴ്സ് പ്രിലിംസിന് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നോക്കി വെച്ചേക്കുക. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഓറൽ ഐഡിയ തന്നത് ഞാൻ എക്സാം പെർസ്പെക്റ്റീവിൽ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ദെൻ ഇത് കൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 48.A, 48A, ആർട്ടിക്കിൾ 51AG, ഇതൊക്കെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫുമായിട്ട് ഡയറക്റ്റ് നമുക്ക് കണക്ഷൻ പറയാൻ പറ്റുന്ന സെക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതേപോലെ കൺകറന്റ് ലിസ്റ്റ്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പല പ്രൊവിഷൻസ് ഇന്ത്യയിൽ ഫോറസ്റ്റിന് വേണ്ടിയിട്ടും ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മെൻഷൻ ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള ജനറൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, നോക്കി വെച്ചേക്കുക. പല സ്ഥലത്തായിട്ട് ആവശ്യം വരും. ഈ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. ഇന്ത്യയിൽ എന്താണ് ഫോറസ്റ്റ്? പാസ് ഓഫ് നിങ്ങൾ മനസ്സിലാക്കിയത്, ഇന്ത്യയിൽ ഫോറസ്റ്റിന് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു സോൾഡ് ആയിട്ടുള്ള ഡെഫിനേഷൻ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ ഇതിനകത്ത് ഈ ഒരു ഡിസ്കഷന് കിട്ടേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. മൂവിങ് ഓൺ, നമുക്ക് അടുത്ത് നോക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ ഫോറസ്റ്റ്. റൈറ്റ് ഡൗൺ ദ ഹെഡിങ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ ഫോറസ്റ്റ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ ഫോറസ്റ്റ്. ഇവിടെ ഞാൻ ഒത്തിരി ഒന്നും പഠിപ്പിക്കുന്നില്ല, കുറച്ച് ഫാക്ട്സ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇന്ത്യയുടെ ഫോറസ്റ്റിനെ നമുക്ക് ഡിഫറെന്റ് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ ലീഗാലിറ്റി, ബേസ്ഡ് ഓൺ ഓണർഷിപ്പ്, ബേസ്ഡ് ഓൺ കനോപ്പി ഡെൻസിറ്റി, ബേസ്ഡ് ഓൺ ജോഗ്രഫി, ബേസ്ഡ് ഓൺ റെയിൻഫോൾ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഇന്ത്യയിലെ ഫോറസ്റ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ജസ്റ്റ് പറയുന്നത്. സോ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ലീഗാലിറ്റി. ലോ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ, ആക്ട് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. ഇന്ത്യയിൽ ഫോറസ്റ്റിനെ പല രീതിയിൽ പല ആക്ടിനുള്ളിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927. ഈ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 റിസർവ്ഡ് ഫോറസ്റ്റ്, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്, വില്ലേജ് ഫോറസ്റ്റ്, ഇങ്ങനെ പല രീതിയിൽ ഫോറസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു ക്ലാസിഫിക്കേഷൻ, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927. എന്താണ് റിസർവ്ഡ് ഫോറസ്റ്റ്, എന്താണ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്, എന്താണ് വില്ലേജ് ഫോറസ്റ്റ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 പഠിക്കുമ്പോഴത്തേക്ക് പറയാം. തൽക്കാലത്തേക്ക് ഇത് നമ്മളിപ്പോൾ ഈ പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോറസ്റ്റ് മാത്രമാണ്. ഇതേ ക്ലാസിഫിക്കേഷൻ തന്നെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിനുള്ളിലും പറയുന്നുണ്ട്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, റിസർവ്ഡ് ഫോറസ്റ്റിനെ പറ്റിയും പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റിനെ പറ്റിയും വില്ലേജ് ഫോറസ്റ്റിനെ പറ്റിയൊക്കെ തന്നെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 പറയുന്നത് സെയിം ക്ലാസിഫിക്കേഷൻ. ഇതൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഫോറസ്റ്റിന് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലീഗാലിറ്റി ബേസിൽ ഡിഫൈൻ ചെയ്യാം. വാട്ട് ഈസ് റിസർവ് ഫോറസ്റ്റ്, വാട്ട് ഈസ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്, വാട്ട് ഈസ് വില്ലേജ് ഫോറസ്റ്റ്. സോ ദിസ് ഈസ് വൺ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ.
രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഓണർഷിപ്പ്. ഈ മോളത്തിൽ ഒന്ന് രണ്ട് ഫാക്ട്സ് പഠിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് റിസർവ്ഡ് ഫോറസ്റ്റ് ആണ്. ഇന്ത്യയിലുള്ള ഫോറസ്റ്റിൽ 53% റിസർവ്ഡ് ഫോറസ്റ്റ് ആണ്. 30% പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആണ്. 30% പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആണ്. വില്ലേജ് ഫോറസ്റ്റും ബാക്കി വരുന്നുണ്ട് ഈ ലീഗൽ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ. 17%. എന്താണ് ഇതിന്റെ ഡിഫറൻസ് നമുക്ക് പിന്നീട് പറയാം. തൽക്കാലത്തേക്ക് എഴുതി വെച്ചേക്കാം. ഓണർഷിപ്പ് ബേസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കുള്ളത് സ്റ്റേറ്റ് ഓൺഡ് ഫോറസ്റ്റ്, പ്രൈവറ്റ്ലി ഓൺഡ് ഫോറസ്റ്റ്. പ്രൈവറ്റ്ലി ഓൺഡ് ഫോറസ്റ്റ്. പ്രൈവറ്റ്ലി ഓൺഡ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പല രീതിയിൽ നമുക്ക് എക്സാമ്പിൾ പറയാം. സ്റ്റേറ്റ് ഓൺഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ 95% ഫോറസ്റ്റ് സ്റ്റേറ്റ് ഓൺഡ് ആണ്. 5% ആണ് പ്രൈവറ്റ്ലി ഓൺഡ്. ഈ പ്രൈവറ്റ്ലി ഓൺഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫോറസ്റ്റിന്റെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എൻ്റെ ഒരു പ്രൈവറ്റ് ലാൻഡ് ഉണ്ട്, എനിക്കൊരു 1 acre പ്രൈവറ്റ് ലാൻഡ് ഉണ്ട്. ആ 1 acreനുള്ളിൽ ഞാൻ ടീക്ക് അല്ലെങ്കിൽ സാൻഡൽവുഡ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ടീങ്ങിനുള്ള ട്രീസ് ഞാൻ കൾട്ടിവേറ്റ് ചെയ്യാണ്. അപ്പൊ അത് നിൽക്കുന്നത് എൻ്റെ പ്രൈവറ്റ് ലാൻഡിലാണ്. പക്ഷേ നമുക്കൊരു നോർമൽ ഫോറസ്റ്റിനകത്തുള്ള സാൻഡൽവുഡ് ഫോറസ്റ്റിനകത്തുള്ള അല്ലെങ്കിൽ ബാക്കി അതേപോലുള്ള നാച്ചുറൽ ഫോറസ്റ്റിനകത്ത് അലൗഡ് ആയിട്ടുള്ള എല്ലാ റെസ്ട്രിക്ഷൻസും മേ ബി ഈ ഒരു പ്രൈവറ്റ് ലാൻഡിനുള്ളിലും വരും. ഇതിനകത്തും അതേപോലുള്ള റെസ്ട്രിക്ഷൻസ് വരാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നീട് നോക്കാം. സോ പ്രൈവറ്റ്ലി ഓൺഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഉണ്ടാവാം. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ് യു ഹേർഡ് അബൌട്ട് കമ്മ്യൂണിറ്റി റിസർവ്സ്? കാവുകളൊക്കെ കേട്ടിട്ടില്ലേ? കാവുകൾ, കമ്മ്യൂണിറ്റി റിസർവ്സ്. ഓക്കെ, സേക്രഡ് ഗ്രോവ്സ്. അതും വീണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ്ലി ഓൺഡ് ഫോറസ്റ്റിനകത്ത് വരാം. പ്രൈവറ്റ് പാർട്ടീസിന് ലാൻഡ് റൈറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ബട്ട് സ്റ്റിൽ ഫോറസ്റ്റിൻ്റെതായിട്ടുള്ള പല റെഗുലേഷൻസും അതിനകത്ത് വരും. അങ്ങനെയുള്ള പ്രൈവറ്റ്ലി ഓൺഡ് ഫോറസ്റ്റുകളുണ്ട്. ഇപ്പൊ കമ്മ്യൂണിറ്റി റിസർവ്സ് എക്സാമ്പിൾ ആണ്. ഇത് വേറെ ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലിയർ ആണോ? മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ജിയോഗ്രഫി. ഇത് നോക്കി വെച്ചേക്കുക. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ജിയോഗ്രഫി ആൻഡ് റെയിൻഫോൾ. അപ്പോ ഇത് റെഫർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു NCERT റെഫർ ചെയ്യുക. ഞാൻ ഇതിനകത്ത് അധികം പഠിപ്പിക്കാൻ പോകുന്നില്ല. എന്താണ് പഠിക്കേണ്ടതെന്ന് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. റെഫർ എനി NCERT. ഇത് 6th സ്റ്റാൻഡേർഡിലോ 7th സ്റ്റാൻഡേർഡിലോ അല്ലെങ്കിൽ 8th 9th 12th ഏതെങ്കിലും ഒരു ഇന്ത്യയിലെ ഫിസിക്കൽ ജോഗ്രഫി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വെജിറ്റേഷൻസ് ഉണ്ടാവും, ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു ജോഗ്രഫി NCERT നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫോറസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ കാണാൻ കഴിയും. ഇവിടെ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട് മൊണ്ടൈൻ ഫോറസ്റ്റ്. മൊണ്ടൈൻ ഫോറസ്റ്റ് ഇവിടെ കാണാൻ കഴിയും. ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് ഇവിടെ കാണാൻ കഴിയും. എവർഗ്രീൻ ഫോറസ്റ്റ് കാണാൻ കഴിയും. ട്രോപ്പിക്കൽ എവർഗ്രീൻ. ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ് കാണാൻ കഴിയും. പിന്നെ അതേപോലെ ഒരു സ്ഥലത്ത് മാത്രമേ മാംഗ്രൂവ് ഫോറസ്റ്റ് കൊടുത്തിട്ടുള്ളൂ. മാംഗ്രൂവ് ഫോറസ്റ്റ് പല സ്ഥലത്തും ഉണ്ട്. ഇവിടെ മാംഗ്രൂവ് ഉണ്ട്, ഇവിടെയൊക്കെ മാംഗ്രൂവ് ഉണ്ട്. എല്ലാ കോസ്റ്റിലും മാംഗ്രൂവ് ഉണ്ട്. മാംഗ്രൂവ് ഫോറസ്റ്റ് കാണാൻ കഴിയും. ഇത് കൂടാതെ സ്പെഷ്യൽ ടൈപ്പ് ഫോറസ്റ്റ് കാണാൻ കഴിയും. ഇവിടെ ഈ ഒരു ഭാഗത്ത്, തമിഴ്നാട് ഈ ഒരു ഭാഗത്ത് ട്രോപ്പിക്കൽ ഡ്രൈ എവർഗ്രീൻ ഫോറസ്റ്റ് കാണാൻ കഴിയും. ഡ്രൈ എവർഗ്രീൻ ഫോറസ്റ്റ് കാണാൻ കഴിയും. ഇങ്ങനെ പല ടൈപ്പ് ഫോറസ്റ്റ് കാണാൻ കഴിയും. ഇപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 3 ആസ്പെക്റ്റിൽ കാര്യങ്ങൾ പഠിക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോറസ്റ്റ് ഇൻ ബേസ്ഡ് ഓൺ ജോഗ്രഫി. അവിടെ 3 പാരാമീറ്റേഴ്സ് പഠിക്കുക. റെയിൻഫോൾ, സ്പീഷീസ്, ഏരിയ, റീജിയൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ട്രോപ്പിക്കൽ
ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ്. ഓക്കെ, സോ മോസ്റ്റ്ലി ഫൗണ്ട് ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ് മോസ്റ്റ്ലി ഫൗണ്ട്. ഇതിനകത്ത് തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ട്രോപ്പിക്കൽ എവർഗ്രീൻ തന്നെ മോയിസ്റ്റ് എവർഗ്രീൻ ഉണ്ട്, ഡ്രൈ എവർഗ്രീൻ ഉണ്ട്, സെമി എവർഗ്രീൻ ഉണ്ട്. ട്രോപ്പിക്കൽ ഡെസിഡീസ് തന്നെ ഡ്രൈ ഡെസിഡിയസും ഉണ്ട്, വെറ്റ് ഡെസിഡിയസും ഉണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ബെറ്റർ റെഫർ ഇറ്റ് ഫ്രം 12th സ്റ്റാൻഡേർഡ് ജോഗ്രഫി, ഇന്ത്യസ് ഫണ്ടമെന്റൽസ് ഓഫ് ഇന്ത്യൻ ജോഗ്രഫി അല്ലെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ഇന്ത്യ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയും. ഇത് ഞാൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയിൻഫോൾ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെ ഈ തോൺ ഫോറസ്റ്റ് അല്ലെങ്കിൽ പോട്ടെ എവർഗ്രീൻ ഫോറസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ മിനിമം റെയിൻഫോൾ എത്ര ആയിരിക്കണം? ഒരു ആവറേജ് റെയിൻഫോൾ ആനുവൽ പറയാവോ? ജോഗ്രഫി പഠിച്ചിട്ടുണ്ടാവും. എവർഗ്രീൻ ഫോറസ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് പറഞ്ഞോ, മോർ ദാൻ ഓക്കെ 150 വളരെ കുറവാണ്, 250 സെന്റിമീറ്റർ കൂടുതൽ പോകണം. ഓക്കെ, അതേപോലെ തോൺ ഫോറസ്റ്റ് വരുമ്പോഴത്തേക്ക് ലെസ് ദാൻ 50 സെന്റിമീറ്റർ. അതേപോലെ ഡെസിഡിയസ് ഫോറസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് 100 to 200 സെന്റിമീറ്റർ. ഇങ്ങനെയുള്ള റെയിൻഫോൾ പാറ്റേൺസ് പഠിക്കാം. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ഇവിടുത്തെ സ്പീഷീസ് പഠിക്കാം. എവർഗ്രീൻ ഫോറസ്റ്റിൽ കാണുന്ന സ്പീഷീസ് എന്തൊക്കെയാണ്? ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എവർഗ്രീൻ ട്രീസ് ഏതൊക്കെയാന്ന് പറഞ്ഞിട്ട് മഹുവ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, അല്ലെങ്കിൽ അതുപോലെ വേറെ ഏതൊരു ട്രീ ടെക്ടോണ ഗ്രാൻഡിസ് ടീക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെസിഡിയസ് ഫോറസ്റ്റ് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ പറയാൻ കഴിയണം സാൽ, ടീക്ക്, ഷീഷ, ഇങ്ങനെയുള്ള ഫോറസ്റ്റ് ആണ് ഡെസിഡിയസ് ഫോറസ്റ്റിനകത്ത്, ട്രീസ് ആണ് ഡെസിഡിയസ് ഫോറസ്റ്റിനകത്ത് കാണാൻ പറ്റുന്നത്. മൊണ്ടൈൻ ഫോറസ്റ്റ് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ പറയാൻ കഴിയണം എന്തൊക്കെയാണുള്ളത്. ഡിയോഡാർ, ചിർപ്പൈൻ, ഇങ്ങനെയുള്ള ട്രീസ് അവിടെ നമ്മൾ പറയാൻ കഴിയണം. ഓക്കെ, പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻസ്. ഇപ്പോൾ ഈ ഒരു ഭാഗം കൊണ്ട് ഈ സെൻട്രൽ പോർഷനിൽ കാണുന്ന ഈ ഒരു പോർഷനെയാണ് ഇന്ത്യയുടെ ഹോക്കിസ്റ്റിക് റീജിയൻ എന്ന് വിളിക്കുന്നത്. വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഈസ്റ്റേൺ ഗാർഡിന്റെ ഇടയ്ക്കുള്ള റീജിയൻ. ഇവിടെ കമ്പാരിറ്റീവ്ലി റെയിൻഫോൾ വളരെ കുറവാണ്. ഇവിടെയും തോൺ ഫോറസ്റ്റ് കാണും. ഇപ്പോൾ തോൺ ഫോറസ്റ്റിനകത്ത് കാണുന്ന ടൈപ്പ് ഓഫ് സ്പീഷീസ് ഏതൊക്കെയാണ്? ഇപ്പോൾ ബബൂൾ ട്രീ തോൺ ഫോറസ്റ്റിനകത്ത് കാണുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള ബേസിക് ട്രീസിന്റെ പേര് പഠിച്ചു വെച്ചേക്കണം. ഇതെനിക്ക് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ടൈമില്ല, നോക്കി വെച്ചേക്കാം. പിന്നെ ഇവിടെ ഞാൻ സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുള്ള ഈ ഒരു ട്രീസ്, ഈ ഒരു ഫോറസ്റ്റ് സ്പീഷീസ് നോക്കി വെച്ചേക്കാം. ട്രോപ്പിക്കൽ ഡ്രൈ എവർഗ്രീൻ ഫോറസ്റ്റ് തമിഴ്നാട്ടിലാണ് കാണുന്നത്. ഇന്ത്യയുടെ പെനിൻസുലയുടെ വെസ്റ്റ് ഈസ്റ്റേൺ എൻഡിലാണ് കാണുന്നത്. ഇത് നോക്കി വെച്ചേക്കാം, തമിഴ്നാട് ഭാഗത്താണ് കാണുന്നത്. എന്താണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്? ഇതേപോലെ പല ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട് ഓഫ് ഫോറസ്റ്റിലുണ്ട്. അതും ഒന്ന് നോക്കി വെച്ചേക്കാം. ലൈക്ക് ഷോല ഫോറസ്റ്റ്, ഇത് ഞാൻ എവിടെയും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ കാണുന്ന ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് എവിടെയൊക്കെയാണെന്നുള്ളത് ചില ഷോല ഫോറസ്റ്റ് എവിടെയും ഞാൻ മെൻഷൻ ചെയ്തായിരുന്നു, ഞാൻ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്. അപ്പോൾ ഷോല ഫോറസ്റ്റിനെ പറ്റി നോക്കി വെച്ചേക്കുക. എന്താണ് ഷോല ഫോറസ്റ്റ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നോക്കി വെച്ചേക്കുക. അവിടുത്തെ ജനറൽ ഫീച്ചേഴ്സ് നോക്കി വെച്ചേക്കുക. മാംഗ്രോവ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെച്ചേക്കുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കുമല്ലോ, നിങ്ങൾ റെഫർ ചെയ്യുമല്ലോ. ക്ലിയർ അല്ലേ? ശരി. ദെൻ മൂവിങ് ഓൺ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. 4ാമത്തെ ക്ലാസിഫിക്കേഷൻ, classification based on canopy density. Classification based on canopy density. canopy density എന്ന് പറയുന്ന ഒരു ടേം ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് canopy density എന്നുള്ളത്? ഇപ്പോൾ നമ്മളൊരു ട്രീ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ, ഞാനതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി വരയ്ക്കുകയാണ്. ഒരു ട്രീക്ക് മെയിൻലി 2 പാർട്ട് ഉണ്ട്. ഞാൻ 2 ട്രീസ് ഇവിടെ വരച്ചു എന്നുള്ളതേ ഉള്ളൂ. ഈ കാണുന്നതാണ് സ്റ്റെം, ഈ കാണുന്നതാണ് കനോപ്പി. ആ ലീഫി ആയിട്ടുള്ള പാർട്സിനാണ് കനോപ്പി എന്ന് വിളിക്കുന്നത്. പല പല ഷേപ്പിൽ, ഓരോ ട്രീസിനും പല പല ഷേപ്പിലായിരിക്കും. കോണിക്കലി, സ്പെറിക്കലി ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രാറ്റ പോലെയൊക്കെ ആയിരിക്കും പലപ്പോഴും പല കനോപ്പീസും കാണുന്നത്. ബട്ട് സ്റ്റിൽ ആ ഒരു ലീഫി ആയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് കനോപ്പി. ഇപ്പൊ കനോപ്പി ഡെൻസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇത് ഞാൻ ഇപ്പൊ സൈഡിൽ നോക്കുമ്പോഴാണ്, ഇപ്പൊ ഞാനൊരു യൂണിറ്റ് ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ, ഒരു യൂണിറ്റ് പീസ് ഓഫ് ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ, അല്ല ഞാൻ കുറച്ച്
ട്രീസ് നമ്മൾ മോളിൽ നോക്കുമ്പോഴത്തേക്ക് ട്രീസിന്റെ കനോപ്പി പാർട്ട് ഇങ്ങനെയായിരിക്കും കാണുക. ട്രീസിന്റെ കനോപ്പി. അപ്പോൾ ഇത് ഒക്കുപ്പൈ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ലാൻഡ് ഉണ്ടല്ലോ, ആ ഒരു ടോട്ടൽ ലാൻഡിൽ എത്ര പെർസെൻറ്റേജ് ട്രീസ് ഒക്കുപ്പൈ ചെയ്യുന്നു, ദിസ് ഈസ് വാട്ട് കനോപ്പി ഡെൻസിറ്റി. കുറച്ചുകൂടെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ ഈ ഒരു ലാൻഡാണ്, ഈ ഒരു ലാൻഡിന് ഞാനൊരു 12 പീസസ് ആക്കി തിരിച്ചു. ഇതിനകത്ത് ട്രീസ് ഉള്ളത്, ഈ ഉള്ള ട്രീസിന് ഞാൻ പ്രോപ്പറായിട്ടൊന്ന് അറേഞ്ച് ചെയ്തു, വളരെ തിക്കായിട്ട് ക്ലോസ് ആയിട്ട് ഞാൻ അറേഞ്ച് ചെയ്തു. അറേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് ഇത് ഇത്രയും ഭാഗത്താണ് ട്രീ ഉള്ളത്. സ്കാറ്റേഡ് ആയി കിടന്ന ട്രീനെ ഞാൻ കുറച്ചൊരു ക്ലോസ് ആയിട്ട് ഒന്ന് കാൽക്കുലേഷന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തു. ഈ ഒരു പ്ലോട്ടിന്റെ കനോപ്പി ഡെൻസിറ്റി എത്രയാണ്? 2/12 ഇൻറ്റു 100 അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? കുറെ കൂടെയൊക്കെ ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ കുറെ കൂടെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു, തിക്കായിട്ട് അറേഞ്ച് ചെയ്തു. 4/12 ഇൻറ്റു 100, അല്ലെങ്കിൽ ഇത്രയും ഒരു പകുതി ഭാഗവും ഫോറസ്റ്റ് വന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ കനോപ്പി ഡെൻസിറ്റി 6/12 ഇൻറ്റു 100, 50%. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു ലാൻഡിന്റെ എത്ര പെർസെൻറ്റേജ് ഈ കനോപ്പി വെച്ചിട്ട് കവർ ചെയ്യുന്നു എന്നുള്ളതാണ് കനോപ്പി ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ 2 ഇമേജ് വരച്ചു കഴിഞ്ഞാൽ, ട്രീസ് കനോപ്പി ഞാൻ മോഡിൽ നോക്കുമ്പോൾ കാണുന്ന പിക്ചർ ഇതൊരു ഫോറസ്റ്റാണ്, ഫോറസ്റ്റ് ലാൻഡ് എ. ഇനി ഫോറസ്റ്റ് ലാൻഡ് ബി ഞാൻ വരയ്ക്കുകയാണ്. ഏത് എ ഫോറസ്റ്റിലാണോ ബി ഫോറസ്റ്റിലാണോ കനോപ്പി ഡെൻസിറ്റി കൂടുതൽ? എയിലാണ്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ഓഫ് ലാൻഡ് ആ ട്രീയുടെ കനോപ്പി വെച്ച് കവർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കനോപ്പി ഡെൻസിറ്റിന്റെ ബേസിസിൽ നമുക്ക് ഫോറസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം. ഇന്ത്യയിൽ നമ്മൾ കനോപ്പി ഡെൻസിറ്റിന്റെ ബേസിസിലാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇന്ത്യയിൽ ഫോറസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് കനോപ്പി ഡെൻസിറ്റിന്റെ ബേസിസിലാണ്. അപ്പോൾ കനോപ്പി ഡെൻസിറ്റിന്റെ ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് പല ടൈപ്പ് ഫോറസ്റ്റുകൾ വരുന്നുണ്ട്. ഓപ്പൺ ഫോറസ്റ്റ്, മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റ്, വെരി ഡെൻസ് ഫോറസ്റ്റ്, ഇങ്ങനെ പല രീതിയിലാണ് ഫോറസ്റ്റിനെ നമ്മൾ കവർ ചെയ്യുന്നത്. ഓപ്പൺ ഫോറസ്റ്റ് കനോപ്പി ഡെൻസിറ്റിന്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓപ്പൺ ഫോറസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 10 to 40% വരെ കനോപ്പി ഡെൻസിറ്റി ഉള്ള ഫോറസ്റ്റിനെയാണ് ഓപ്പൺ ഫോറസ്റ്റ് എന്ന് വിളിക്കുക. മോഡറേറ്റ്ലി ഡെൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് 40 to 70% വരെ കനോപ്പി ഡെൻസിറ്റി ഉള്ള ഫോറസ്റ്റിനെയാണ് നമ്മൾ മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റ് എന്ന് വിളിക്കുക. മോർ ദാൻ 70% കനോപ്പി ഡെൻസിറ്റി ഉള്ള ഏരിയയാണ് നമ്മൾ വെരി ഡെൻസ് ഫോറസ്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഓപ്പൺ ഫോറസ്റ്റ് ആണ്. അതിനേക്കാളും കുറച്ച് കുറവേ ഉള്ളൂ മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റ്. വെരി ഡെൻസ് ഫോറസ്റ്റ് വളരെ കുറച്ച് രീതിയിലേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ്ട് 21% വരും, 22% വരും. ഇത് കൂടാണ്ട് ട്രീ കവർ എന്ന് പറയുന്ന ടേം കൂടെ ഉണ്ട്, സ്ക്രബ് എന്ന് പറയുന്ന ടേം ഉണ്ട്. നമുക്ക് രണ്ട് ഡിഫൈൻ ചെയ്യാം. എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഇതെല്ലാം കനോപ്പി ഡെൻസിറ്റിന്റെ ബേസിലാണ്. ട്രീ കവർ എന്താണ്, സ്ക്രബ് എന്താണെന്നൊക്കെ കനോപ്പി ഡെൻസിറ്റിന്റെ ഏരിയയുടെ ഒക്കെ ബേസിലാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഇന്ത്യയിൽ ഏതാണ്ട് 25% ഫോറസ്റ്റ് കവർ ഉണ്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോറസ്റ്റ് പ്ലസ് ട്രീ കവർ ഉണ്ടെന്ന് പറയുന്നത്. നമ്മൾ ജനറലി പറയാറില്ല ഇന്ത്യയിൽ എത്ര പെർസെൻറ്റേജ് ഫോറസ്റ്റ് കവർ ഉണ്ട്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഏതാണ്ട് 25% ഉണ്ട്. ഇന്ത്യയുടെ എത്ര പെർസെൻറ്റേജ് ഫോറസ്റ്റ് കവർ ആക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ പോളിസിക്കകത്തൊക്കെ പറയുന്നത് ഇന്ത്യയിൽ എത്ര പെർസെൻറ്റേജ് ഫോറസ്റ്റ് കവർ ആക്കണം എന്നുള്ളതാണ് 33%. അപ്പോൾ ഈ 33% എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം മനസ്സിലായോ നിങ്ങൾ? കനോപ്പി ഡെൻസിറ്റിന്റെ ബേസിലാണ് ഇത് പറയുന്നത്. മോഡറേറ്റ് ഡെൻസിലും ഓപ്പൺ ഫോറസ്റ്റ് ആയിട്ടും വെരി ഡെൻസും ആയിട്ടും ട്രീ കവർ ആയിട്ടും സ്ക്രബ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു 33% ഫോറസ്റ്റ് കവർ വേണം എന്നുള്ളത് പറയുന്നത്. ക്ലിയർ ആണോ? 33% നമ്പർ എവിടെ നിന്ന് കിട്ടുന്നുള്ളത് മനസ്സിലായോ? ശരി, ഈ ട്രീ കവറും സ്ക്രബും എന്താണെന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ട്രീ കവർ, ഫോറസ്റ്റ് കവർ, സ്ക്രബ്, ഇതൊക്കെ പല പല ഡിഫറെൻറ്റ് വേർഡ്സ് ആണ്. ആ ഓരോ വേർഡും എന്താണെന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. തൽക്കാലത്തേക്ക് അവിടെ നിൽക്കട്ടെ. ഇത് നാലാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നുള്ളതേ ഉള്ളൂ, കനോപ്പി ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. ഇവിടെ നിങ്ങൾ ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. 3 ടൈപ്പ് ഫോറസ്റ്റ് ഉണ്ട് കനോപ്പി ബേസിസിൽ. 1 ഓപ്പൺ ഫോറസ്റ്റ്, 2 മോഡറേറ്റ് ഡെൻസ് ഫോറസ്റ്റ്, 3 വെരി ഡെൻസ് ഫോറസ്റ്റ്. ഇത്രയൊന്ന് പഠിച്ചു വെച്ചാൽ മതി. സോ ദിസ് ഈസ് വാട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോറസ്റ്റ്. ക്ലിയർ ആണോ? ഇതാണ് നമുക്ക് ഈ ഒരു പോർഷനകത്ത് പഠിക്കേണ്ട ആദ്യത്തെ പോർഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോറസ്റ്റ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നത് ഈ ഒരു കനോപ്പി ഡെൻസിറ്റി ബേസ് ചെയ്ത് ചോദിക്കാം. ഈ ഒരു ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാർട്ട് ഞാൻ പറയാം. ഇതിനകത്ത് നിന്ന് ഇത് 3 മാത്രം തൽക്കാലത്തേക്ക് പഠിച്ചാൽ മതി.
ദെൻ ജോഗ്രഫി ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ. എനിക്കിത് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക, ടൈം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാത്തത്. ഉറപ്പായിട്ടും നോക്കി വെച്ചേക്കാം. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ വർഷം ചോദിച്ചു, അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ നിങ്ങൾക്ക്. ആദ്യം പറഞ്ഞതിനകത്തുനിന്ന് ആ ഒരു ഗോദാവരി കേസും ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടും ഒക്കെ നോക്കി വെച്ചേക്കാം. ഓക്കെ, മൂവിങ് ഓൺ. നമുക്ക് ഇനി അടുത്ത കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോവാം. റൈറ്റ് ഡൗൺ ദ ഹെഡിങ്. ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട്. ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട്. India State of Forest Report is a biennial publication. Biennial means once in 2 years. Biennial publication released by Forest Survey of India. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ 2 വർഷത്തിലൊരിക്കൽ പുറത്തിറക്കുന്ന ഒരു സർവേ റിപ്പോർട്ടാണ് ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ടാണ് ഇന്ത്യയിലെ ഫോറസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിക്സ്. ഇന്ത്യയിലുള്ള കംപ്ലീറ്റ് ഫോറസ്റ്റ് റിലേറ്റഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈ ഒരു ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ടിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോരോ പോളിസീസും അല്ലെങ്കിൽ ഓരോരോ നമ്പേഴ്സും അനാലിസിസും ഒക്കെ നടത്തുന്നത്. നമ്മുടെ IPCC റിപ്പോർട്ട് പോലെ ഡേറ്റയാണ് ഇത്, കംപ്ലീറ്റ് ഡേറ്റയാണ്. അപ്പം ഇത് എല്ലാ 2 വർഷം കൂടുമ്പോഴും പുറത്തിറക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയിട്ടുള്ളത് 2021 ആണ്. അപ്പോൾ നമ്മുടെ പ്രിലിംസിന് മുമ്പ് ഇതുവരെ 2023 റിലീസ് ആയിട്ടില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾ ഇപ്പോഴും 2021 തന്നെ പഠിച്ചിട്ട് പോയാൽ മതി. 2023 റിലീസ് ആയിട്ടില്ല. ആയിട്ടില്ലല്ലോ? ഞാൻ നോക്കിയപ്പോൾ കണ്ടിട്ടില്ല. ഷുവർ അല്ലേ? കറണ്ട് അഫയേഴ്സിലൊന്നും വന്നില്ലല്ലോ. ഞാൻ 2021 നോക്കിയതൊക്കെ. അപ്പോൾ 2021 ഡേറ്റ ഒന്ന് പഠിച്ചിട്ട് പോവാം. ഇതിനകത്ത് നമുക്ക് നോക്കേണ്ടത് ഇല്ല, വന്നിട്ടില്ല. ഓക്കെ, ഇതിനകത്ത് നമുക്ക് നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ടെർമിനോളജി ഇൻ ISFR, ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് 2021. ഇത് പഠിച്ചിട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിനകത്ത് നിന്ന് ഏതെങ്കിലുമൊക്കെ ടേം വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇതിനകത്ത് ഞാൻ വളരെ ക്വിക്കായിട്ട് പറഞ്ഞു പോവാം. ടേംസ് മാത്രമായതുകൊണ്ട് അധികം ടൈം എടുക്കുന്നില്ല. ആ ഓരോരോ ടേം എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു പോവാം. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയത്തില്ല. ഒന്നാമത് പഠിച്ചു വെക്കേണ്ടത്, ഒന്ന്, എന്താണ് ഫോറസ്റ്റ് canopy ഡെൻസിറ്റി? ഓക്കെ, ഫോറസ്റ്റ് canopy ഡെൻസിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടി. canopy ഏരിയ ബൈ ടോട്ടൽ ഏരിയ. ഇതിനെ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ: ഓപ്പൺ ഫോറസ്റ്റ്, മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റ്, വെരി ഡെൻസ് ഫോറസ്റ്റ്. 10 to 40, 0 to 40 അല്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. 10 to 40, 40 to 70, more than 70 ഫോറസ്റ്റ് canopy ഡെൻസിറ്റി. ഈ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കി വെച്ചേക്കുക. ഇതിൻ്റെ ഒരു ഓർഡർ നോക്കി വെച്ചേക്കുക. ആരതിനകത്ത് കൂടുതൽ ആസ് പെർ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഏറ്റവും കൂടുതലുള്ളത് ആരാ? ഓപ്പൺ ഫോറസ്റ്റ്, പിന്നെ മോഡറേറ്റ് ഫോറസ്റ്റ്, പിന്നെ വെരി ഡെൻസ് ഫോറസ്റ്റ്. ഈ ഒരു ഓർഡർ പഠിച്ചു വെച്ചേക്കാം. ഈ ചാർട്ട് ഞാൻ ഷെയർ ചെയ്യാം, അത് നോക്കി വെച്ചേക്കാം. സോ ഫസ്റ്റ് ഫോറസ്റ്റ് canopy ഡെൻസിറ്റി. ഫോറസ്റ്റ് canopy ഡെൻസിറ്റി തന്നെ ഫോറസ്റ്റ് സ്റ്റാൻഡ് ഡെൻസിറ്റി എന്ന് വിളിക്കാറുണ്ട്. ഫോറസ്റ്റ് സ്റ്റാൻഡ് ഡെൻസിറ്റി. Second term that you have to understand, forest cover versus registered forest area.
Second term. Forest cover versus registered forest area. Registered forest area എന്ന് പറയുമ്പോഴത്തേക്ക് ആ ടേമിൽ തന്നെ ക്ലിയർ ആണ്. Registered forest area means any area which is demarcated as forest under any government statute. അത് സ്റ്റേറ്റ് ആകാം സെൻട്രൽ ആകാം. ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിൻ്റെയോ ഏതെങ്കിലും ഒരു ആക്ടിനുള്ളിൽ ഫോറസ്റ്റ് ആണ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏരിയാസ് എല്ലാമാണ് രജിസ്റ്റേർഡ് ഫോറസ്റ്റ് ഏരിയ എന്ന് വിളിക്കുന്നത്. അവിടെ ട്രീ വേണം നിർബന്ധമില്ല, കാട് കാണാൻ കാണാതിരിക്കാം. പണ്ട് കാടായിരുന്ന ഏരിയ ഇപ്പോഴും ഗവൺമെന്റ് റെക്കോർഡ്സിൽ കാട് തന്നെയാണ്. പണ്ട് ഫോറസ്റ്റ് ആയിരുന്നു, അതിനെ ഡൈവേർട്ട് ചെയ്തു വേറൊരു പരിപാടിക്ക് വേണ്ടിയിട്ട്. ബട്ട് സ്റ്റിൽ ഗവൺമെന്റ് റെക്കോർഡ്സിൽ അത് മാറ്റാതെ കിടക്കുന്നു. അതെല്ലാം ഫോറസ്റ്റ് തന്നെയാണ്. ഓക്കെ, ചിലപ്പോൾ അത് വാട്ടർ ബോഡി ആകാം, അല്ലെങ്കിൽ കോൺക്രീറ്റ് ബിൽഡിംഗ് ആവാം. ഗവൺമെന്റ് റെക്കോർഡ് അത് തെറ്റുവന്നെങ്കിൽ അതും ഫോറസ്റ്റ് തന്നെയാണ്. ഗവൺമെന്റ് റെക്കോർഡ്സിനുള്ളിൽ എന്താണോ ഫോറസ്റ്റ്, FCAക്കുള്ളിൽ, IFAക്കുള്ളിൽ, അല്ലെങ്കിൽ STFRAക്കുള്ളിൽ, അതുപോലെ ക്യാമ്പ് ആക്ടിനുള്ളിൽ, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ആക്ടിനുള്ളിൽ ഫോറസ്റ്റ് ഏരിയ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ്, ഇപ്പോൾ കേരള ഫോറസ്റ്റ് റൂൾസ്, മഹാരാഷ്ട്ര ഫോറസ്റ്റ് റൂൾസ്, ഇപ്പം ഇങ്ങനെയുള്ള റൂൾസിനകത്തോ ആക്ടിനകത്തോ ഫോറസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് രജിസ്റ്റേർഡ് ഫോറസ്റ്റ് ഏരിയ. ക്ലിയർ? ഓക്കെ ആണോ? ഒരു ഏരിയനെ ഫോറസ്റ്റ് കവർ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ, പക്ഷേ ഫോറസ്റ്റ് കവർ ഈസ് സംതിങ് ഡിഫറെന്റ്. ഇവിടെ ഫോറസ്റ്റ് വേണം നിർബന്ധമൊന്നുമില്ല, മരം വേണം നിർബന്ധമൊന്നുമില്ല. മരം ഉണ്ടാവാതിരിക്കാം. പക്ഷെ ഫോറസ്റ്റ് കവർ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ മരം ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ഫോറസ്റ്റ് കവർ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. രണ്ട് ക്ലോസസ് ആണ് ഉള്ളത് ഒരു ഏരിയനെ ഫോറസ്റ്റ് കവർ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ. ഒന്ന്, കനോപ്പി ഡെൻസിറ്റി. ഫോറസ്റ്റ് കവർ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം എത്ര പെർസെൻറ്റേജ് കനോപ്പി ഡെൻസിറ്റി ഉണ്ടാവണം നമുക്ക് ഓൾറെഡി പറയാൻ കഴിയും. മിനിമം കനോപ്പി ഡെൻസിറ്റി എത്ര ഉണ്ടാവണം ഒരു ഏരിയനെ ഫോറസ്റ്റ് കവർ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ? നമ്മൾ തൊട്ട് മുകളിൽ ഫോറസ്റ്റ് കനോപ്പി ഡെൻസിറ്റി പഠിച്ചു. അതേ സാധനം തന്നെയാണ് ഇവിടെ. മിനിമം പറഞ്ഞോ, മിനിമം കനോപ്പി ഡെൻസിറ്റി ഷുഡ് ബി 10%. 10% താഴെ കനോപ്പി ഡെൻസിറ്റി ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഫോറസ്റ്റ് കവർ വിളിക്കാൻ പറ്റില്ല. അത് വേറൊരു ടേമാണ്, അത് പറയാം. മിനിമം 10% വേണം. ദെൻ അവിടുത്തെ മിനിമം ഏരിയ 1 hectare. 1 hectare. അപ്പോൾ 1 hectare ഏരിയ മിനിമം ഉണ്ടായിരിക്കണം. അതിനുള്ളിൽ മിനിമം കനോപ്പി ഡെൻസിറ്റി 10% ഉണ്ടായിരിക്കണം. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഫോറസ്റ്റ് കവർ വിളിക്കാൻ പറ്റില്ല. ഓക്കെ, ദിസ് ഈസ് അവർ ഫോറസ്റ്റ് കവർ. Then third, tree cover. ശ്രദ്ധിച്ച് കേൾക്കുക, ട്രീ കവർ. ട്രീ കവർ മീൻസ്, അപ്പൊ നമുക്ക് ഫോറസ്റ്റ് കവർ ആണെന്നുണ്ടെങ്കിൽ മൈ ബി അത് ഇതിൽ തന്നെ ആയിരിക്കും, രജിസ്റ്റേർഡ് ഫോറസ്റ്റ് ഏരിയക്കുള്ളിൽ തന്നെ ആയിരിക്കില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതൊരു ഏരിയ ആണ്. ഇവിടെ ഇതൊരു 1 hectare ഏരിയ ഉണ്ട്. ഇത് രജിസ്റ്റേർഡ് ഫോറസ്റ്റ് ഏരിയ ആകാം, ഇത് രജിസ്റ്റേർഡ് ഫോറസ്റ്റ് ഏരിയ ആകാം. ഇവിടെ 10% കനോപ്പി ഡെൻസിറ്റി ഉണ്ട്. ഇവിടെ ഏരിയ 10 hectare ഉണ്ട്, പക്ഷെ കനോപ്പി ഡെൻസിറ്റി 8% ഉള്ളൂ. അപ്പൊ ഇത് മാത്രമേ ഫോറസ്റ്റ് കവർ ആവത്തുള്ളൂ. ഇത് എന്താവത്തില്ല, ഫോറസ്റ്റ് കവർ ആവത്തില്ല. അത് ഗവൺമെന്റ് റെക്കോർഡിൽ ഫോറസ്റ്റ് ആയിട്ട് മാത്രമേ ആവത്തുള്ളൂ. ഒരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, ഡൗട്ട് നോട്ട് നമ്മളോട് കേട്ടെ. But in government records it should have been trees, then only it can call forest cover. നമുക്ക് നിർബന്ധമൊന്നുമില്ല. ഗവൺമെന്റ് റെക്കോർഡ്സിൽ ട്രീസ് ഉണ്ടെങ്കിൽ അത് ഫോറസ്റ്റ് കവർ ആവത്തുള്ളൂ. പക്ഷെ ഈ ഒരു ഇമേജ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് രജിസ്റ്റേർഡ് ഫോറസ്റ്റ് ഏരിയയും ഫോറസ്റ്റ് കവർ നമ്മളുടെ വ്യത്യാസം എന്നുള്ളത്. മനസ്സിലായാലും അവിടെ കനോപ്പി ഡെൻസിറ്റിന്റെയും ഏരിയന്റെയും കൂടി ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ശരി, ദെൻ ട്രീ കവർ. ഈ ഒരു ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രീ കവർ മീൻസ് ഏരിയാസ് outside
registered forest area. Areas outside registered forest area less than 1 hectare. Less than 1 hectare, irrespective of canopy density. That is what tree cover. നിങ്ങളുടെ ചുറ്റും നോക്കിയാൽ മതി. ഇപ്പം നിങ്ങളുടെ വീടിന് ചുറ്റിനും നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം രജിസ്റ്റേർഡ് ഫോറസ്റ്റ് ഏരിയ ആണോ? അല്ല, റവന്യൂ ഏരിയാസ് ആയിരിക്കും മിക്കവാറും. അപ്പോൾ രജിസ്റ്റേർഡ് ഫോറസ്റ്റ് ഏരിയക്കകത്ത് പുറത്തുള്ള ലെസ് ദാൻ 1 ഹെക്ടർ ചെറിയ സ്ഥലങ്ങൾ, ഇറസ്പെക്റ്റീവ് ഓഫ് കനോപ്പി ഡെൻസിറ്റി. കനോപ്പി ഡെൻസിറ്റി 1% ആകാം, 2% ആകാം, 3% ആകാം, ചിലപ്പോൾ 90% ആകാം. എത്ര വേണോ കുറവ് കനോപ്പി ഡെൻസിറ്റി ആയിക്കോട്ടെ, ദാറ്റ് ഈസ് ട്രീ കവർ. പക്ഷെ എന്തായിരിക്കണം, അത് രജിസ്റ്റേർഡ് ഫോറസ്റ്റ് ഏരിയക്ക് പുറത്തായിരിക്കണം. അതേ ഉള്ളൂ വ്യത്യാസം. ക്ലിയർ ആവുന്നുണ്ടോ? സ്മോൾ ട്രീ പാച്ചസ്, നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഇതിനെ സ്മോൾ ട്രീ പാച്ചസ് എന്ന് വിളിക്കാം. ക്ലിയർ? ദിസ് ഈസ് വാട്ട് ട്രീ കവർ. ട്രീ കവർ. സോ ഇത് ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ട്രീ കവർ എന്താണെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയും. ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ട്രീ കവർ എന്താണെന്നുള്ളത്. എത്ര പെർസെൻറ്റ്? 2.91% ഉണ്ട് ട്രീ കവർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുകൊണ്ടാണ്. അപ്പോൾ ഇനി നോക്കുക, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ ഈ ഒരു ടേമിൻ്റെ മീനിങ് പറയാൻ പറ്റും. നോക്കുക, വാട്ട് ഈസ് ഫോറസ്റ്റ് പ്ലസ് ട്രീ കവർ? ഫോറസ്റ്റ് പ്ലസ് ട്രീ കവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനുള്ളിൽ ഓപ്പൺ ഫോറസ്റ്റ് വരും, മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റ് വരും, വെരി ഡെൻസ് ഫോറസ്റ്റ് വരും. ഇതെല്ലാം എന്തിനകത്തുള്ളിലായിരിക്കും? ദീസ് ആർ ഓൾ രജിസ്റ്റേർഡ് ഫോറസ്റ്റ് ഏരിയ. ട്രീ കവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഔട്ട്സൈഡ് രജിസ്റ്റേർഡ് ഫോറസ്റ്റ് ഏരിയ ലെസ് ദാൻ 1 ഹെക്ടർ. ഇവിടെ മിനിമം 1 ഹെക്ടർ ഉണ്ടായിരിക്കണം. കാനോപ്പി ഡെൻസിറ്റി 10 മുതൽ അങ്ങോട്ട് എത്ര വേണോ സ്റ്റാർട്ട് ചെയ്യാം, 100 വരെ ആകാം. ലെസ് ദാൻ 1 ഹെക്ടർ ഇവിടെയും, ഇവിടെ 1 to 100 വരെ എത്ര വേണോ പോവാം കാനോപ്പി ഡെൻസിറ്റി. മനസ്സിലാവുന്നുണ്ടോ? ഫോറസ്റ്റ് പ്ലസ് ട്രീ കവർ. ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഫോറസ്റ്റ് പ്ലസ് ട്രീ കവർ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇന്ത്യയിൽ എത്രയുള്ളത്? 24.62 വരുന്നത്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇന്ത്യയിലെ 24.62% വരുന്നത്. ഇത് എത്ര ആക്കണം എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. 33% ആക്കണം എന്നുള്ളതാണ് ടാർഗറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് വരുന്ന ഒരു ഏരിയയും കൂടി ബാക്കി കിടപ്പുണ്ട്. 1 ഹെക്ടറിൽ കൂടുതൽ മിനിമം സ്ഥലമുള്ളതും കനോപ്പി ഡെൻസിറ്റി ലെസ് ദാൻ 10%, അതായത് 1 to 10% വരെയുള്ള ഒരു ഏരിയ ബാക്കി കിടക്കുകയല്ലേ? ആലോചിച്ച് കിട്ടുന്നില്ലേ? ഏരിയ ഗ്രേറ്റർ ദാൻ 1 ഹെക്ടറും കനോപ്പി ഡെൻസിറ്റി ലെസ് ദാൻ 1 to 10% വരെ കിടക്കുന്ന ഒരു ഏരിയ ബാക്കിയുണ്ട്. എന്തായിരിക്കും ഈ ഏരിയ വിളിക്കുന്ന പേര്? ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി കിടക്കുന്ന ഈ ഒരു ഏരിയ മാത്രമാണ്. കാരണം ട്രീ കവർ ലെസ് ദാൻ 1 ഹെക്ടർ നമ്മൾ എപ്പോഴും പറയാറ്. ഒരു സപ്പോസ് ഒരു സ്ഥലത്തിൽ 1 ഹെക്ടറിൽ കൂടുതൽ സ്ഥലമുണ്ട്, പക്ഷെ അവിടുത്തെ കാനോപ്പി ഡെൻസിറ്റി ലെസ് ദാൻ 10% ആണ്. നമ്മൾ സ്പെസിഫിക്കലി എന്ത് വിളിക്കും? സ്ക്രബ് ലാൻഡ്. സ്ക്രബ് ലാൻഡ്. ഓക്കെ, അതാണ് ഈ കാണുന്ന സ്ക്രബ്സ് 1.42%. ക്ലിയർ? ഓക്കെ അല്ലേ? ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആദ്യം പഠിക്കാം. ഓക്കെ, ഇനി നിങ്ങളിവിടെ ഒന്നാമത് പഠിക്കേണ്ടത്, അടുത്തൊരു കാര്യം പഠിക്കേണ്ടത്, ഇതിൻ്റെ ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. നിങ്ങൾ പറഞ്ഞ ഏറ്റവും കൂടുതലുള്ള ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ഏതാണ്? ഓപ്പൺ ഫോറസ്റ്റ്. അടുത്ത വരുന്ന ആരാണ്? മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റ്. അടുത്ത ആരാ വരുന്നത്?
വെരി ഡെൻസ് ഫോറസ്റ്റ്. അടുത്ത ആരാ വരുന്നത്? ട്രീ കവർ. അടുത്ത ആരാ വരുന്നത്? സ്ക്രബ് ലാൻഡ്. ഈ ഒരു ഓർഡർ പഠിച്ചു വെച്ചേക്കാം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇനി മുതൽ ഫോറസ്റ്റ് പ്ലസ് ട്രീ കവർ 33% ആക്കണം. ഇപ്പം നമുക്കൊരു നാഷണൽ ഫോറസ്റ്റ് പോളിസി ഉണ്ട്. നാഷണൽ ഫോറസ്റ്റ് പോളിസി 1988. ഇതിനുള്ളിൽ ഫോറസ്റ്റ് പ്ലസ് ട്രീ കവർ 33% ആക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ആർ യു ഗെറ്റിംഗ് ദ മീനിങ്? ക്ലിയർ ആണോ? ശരി. അപ്പോൾ ഇതിനുള്ളിൽ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2 ഗ്രാഫായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. വാട്ട് ടു സ്റ്റഡി ഹിയർ: highlights of ISFR 2021. Highlights. Then comparison of data in 2019 and 2021. ISFR 2019 ISFR 2021 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ തമ്മിലുള്ളൊരു കമ്പാരിസൺ നോക്കി വെച്ചേക്കുക. ലൈക്ക് ഫോറസ്റ്റ് കവർ എത്ര കൂടി അല്ലെങ്കിൽ എത്ര കുറഞ്ഞു, ട്രീ കവർ എത്ര കൂടി എത്ര കുറഞ്ഞു എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ഫാക്ടറുകൾ അറിഞ്ഞു വെച്ചേക്കുക. 2019 2020 മാംഗ്രൂവ് കവറിന് എന്ത് പറ്റി? മാംഗ്രൂവ് കവർ കൂടിയോ കുറഞ്ഞോ? ബാംബു കൂടിയോ കുറഞ്ഞോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വെച്ചേക്കണം. ഇതിനകത്ത് അത്യാവശ്യം വേണ്ട സമ്മറീസ് ആണ് ഞാൻ ഈ 2 സ്ലൈഡ്സിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് 2021 എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത്, ഈ ഒരു സ്ലൈഡിലും ഈ ഒരു സ്ലൈഡിലോട്ട് അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നോക്കി വെക്കേണ്ട നമ്പേഴ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കുക. കനോപ്പി ഡെൻസിറ്റി ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ നമ്മളത് പറഞ്ഞ കാര്യം തന്നെയാണ്. ഓവറോൾ ഫോറസ്റ്റ് കവർ എത്രയുണ്ട് ഇന്ത്യയിൽ? ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇതാണ് എത്ര പെർസെൻറ്റേജ് വരുന്നത്? 21% വരുന്നത്, 21.72% വരുന്നത്. ഇവിടെ ഉണ്ട് ഓവറോൾ ഫോറസ്റ്റ് കവർ. ഷെയർ ഓഫ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഫോറസ്റ്റ് കവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ നോർത്ത് ഈസ്റ്റിൽ എത്ര പെർസെൻറ്റേജ് വരുന്നുണ്ട്? ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു വർഷം അതാ ഇവിടെ കൊടുത്തേക്കുന്നത്. ലാസ്റ്റ് 2 ഇയേഴ്സിൽ ഫോറസ്റ്റ് കവറിൽ ഇത്ര 1500 സ്ക്വയർ കിലോമീറ്റർ ഇൻക്രീസ് ഉണ്ടായി. ട്രീ കവറിൽ ഇത്ര ഇൻക്രീസ് ഉണ്ടായി. കാർബൺ സ്റ്റോക്കിൽ ഇത്ര ഇൻക്രീസ് ഉണ്ടായി. കൺസേൺസ് കണ്ടോ? മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക്. നോർത്ത് ഈസ്റ്റിലെ ഫോറസ്റ്റ് കവർ കുറഞ്ഞു. നോക്കി വെച്ചേക്കാം. ഇവിടെ തെലങ്കാന ഷോസ് ടോപ്പ് ഏറ്റവും കൂടുതൽ ഗെയിൻ ചെയ്ത് ഫോറസ്റ്റ് ഗെയിൻ ചെയ്ത ലൈറ്റർ ഗ്രീനാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ തെലങ്കാനയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഫോറസ്റ്റ് ഗെയിൻ ചെയ്തത്. ഡെൻസ് ഫോറസ്റ്റ് ഏറ്റവും കൂടുതൽ ഗെയിൻ ചെയ്തത് ഒഡീഷയാണ്. മനസ്സിലാവും? അഫോറസ്റ്റേഷൻ ഇനിഷ്യേറ്റീവ് വഴിയാണ്. അതേപോലെ സ്റ്റേറ്റ് വൈസ് ടോപ്പ് ലോസസ് ഏറ്റവും കൂടുതൽ കുറഞ്ഞിട്ടുള്ള കൺട്രീസ് സ്റ്റേറ്റ് ഏതാണ്? അപ്പോൾ ഇവിടെ റെഡ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 257. അരുണാചൽ പ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ലോസ് ഉണ്ടായത്. സെക്കൻഡ് ഉണ്ടായത് നാഗാലാൻഡിലാണ്. നമുക്ക് നോർത്ത് ഈസ്റ്റിലാണ് ഫോറസ്റ്റ് ലോസ് ഉണ്ടായ സ്റ്റേറ്റുകളിൽ കൂടുതലും നോർത്ത് ഈസ്റ്റിലാണ്. കാര്യം എന്താ പറയാൻ പറ്റുമോ? യെസ്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്. കൂടുതൽ ഡെവലപ്മെന്റ് അങ്ങോട്ട് വരുന്തോറും അങ്ങോട്ടേക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഫാക്ട്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അടുത്തൊരു സ്ലൈഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗെയിൻ ഉണ്ടായ സ്റ്റേറ്റുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫോറസ്റ്റ് കവർ ആണ്. ടോട്ടൽ ഗെയിൻ ആണ്. ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സിറ്റി വൈസ് ഇൻക്രീസും ഡിക്രീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി മുകളിലത്തെ സെയിം ഡേറ്റയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇവിടെ ഒരു ചെറിയ ഡൗട്ട് വരരുത്. ഈ മാപ്പിൽ ഏറ്റവും കൂടുതൽ കൂടിയിരിക്കുന്നത് ഇവിടെ ആന്ധ്രാപ്രദേശ് തന്നെയാണ്. സോറി, 632 അല്ല, 647. ആന്ധ്രാപ്രദേശ് തന്നെയാണ്. ഇവിടെ ആന്ധ്രാപ്രദേശ് തന്നെയാണ്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അത് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ?
ക്ലിയർ അല്ലേ? ശരി. പിന്നെ ഒന്ന് രണ്ട് ഫാക്ട്സ് ഇതിനകത്ത് ഇല്ലാത്തത് പഠിച്ചു വെച്ചേക്കാം. എഴുതിക്കോ. ടോപ്പ് 5 സ്റ്റേറ്റ്സ്, ടോപ്പ് 5 സ്റ്റേറ്റ്സ് വിത്ത് മാക്സിമം ഫോറസ്റ്റ് കവർ. ഏരിയ ബേസിൽ അബ്സല്യൂട്ട് ഏരിയ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കവർ ഉള്ള സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? ലോജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ് ഏതായിരിക്കും ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കവർ ഉള്ളത്? പറഞ്ഞോ, നിങ്ങൾ തന്നെ പറഞ്ഞു. നാച്ചുറലി ഏരിയ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഏത് സ്റ്റേറ്റ് ആയിരിക്കും ഏറ്റവും വലിയ സ്റ്റേറ്റ് ആയിരിക്കില്ലേ? വലിയ സ്റ്റേറ്റ് അല്ലെങ്കിൽ സൈസ് ജോഗ്രഫിക് ഏരിയ കൂടുതലായിരിക്കണം. യെസ്, മധ്യപ്രദേശ്. രണ്ടാമത്തേത് പറഞ്ഞോ, വെറുതെ ഗസ് ചെയ്ത് നോക്ക്. മഹാരാഷ്ട്ര, അരുണാചൽ. 3 ഛത്തീസ്ഗഡ്. 4 ഒഡീഷ. 5 മഹാരാഷ്ട്ര. ഇനി ഇതേ കാര്യം തന്നെ പെർസെൻറ്റേജ് വൈസ് ഒരു സ്റ്റേറ്റില് ആ സ്റ്റേറ്റിന്റെ ഏരിയ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഫോറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ്. യെസ്, അത് മിക്കപ്പോഴും എന്തായിരിക്കും? ചെറിയ സ്റ്റേറ്റുകളായിരിക്കും. മിസോറാം. ടോപ്പ് പഠിച്ചു വെച്ചാൽ മതി. മിസോറാം വരുന്നുണ്ട്, ത്രിപുര. നോർത്ത് ഈസ്റ്റിലെ സ്റ്റേറ്റിൽ തന്നെയാണ് ആദ്യം വരുന്നത്. ത്രിപുര, മിസോറാം, ത്രിപുര. മതി. ഈ 2 സംഭവം പഠിച്ചു വെച്ചേക്കാം. മഹാരാഷ്ട്രയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. മഹാരാഷ്ട്ര എന്ന് പറയുമ്പോഴത്തേക്ക് മാക്സിമം ട്രീ കവർ ഉള്ള സ്റ്റേറ്റും കൂടിയാണ്. മാക്സിമം ട്രീ കവർ. മാക്സിമം ട്രീ കവർ. ക്ലിയർ ആണോ? ട്രീ കവർ എന്ന് പറയുമ്പോഴത്തേക്ക് രജിസ്റ്റേർഡ് ഫോറസ്റ്റ് ഏരിയക്ക് അകത്താണോ പുറത്താണോ? ഔട്ട് സൈഡ് ആണോ ഇൻസൈഡ് ആണോ? ട്രീ കവർ മെഷർ ചെയ്യുന്നത് ഔട്ട് സൈഡ്. ട്രീ കവറിന്റെ മിനിമം കനോപ്പി പെർസെൻറ്റേജ് എത്രയാണ്? ട്രീ കവറിന്റെ ഓക്കെ, അവിടെ ഒരു കനോപ്പി പെർസെൻറ്റേജ് ഇല്ല എന്നുള്ളതാണ്. 10 അല്ല, അത് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. 10 ഉണ്ടോ? 10 വരുന്നത് എവിടെ വെച്ചിട്ടാണ്? ഫോറസ്റ്റ് കവർ വിട്ടിട്ടാണ്. ട്രീ കവറിന് അങ്ങനെ മിനിമം കനോപ്പി പെർസെൻറ്റേജ് ഒന്നുമില്ല, ഇറസ്പെക്റ്റീവ് ഓഫ് കനോപ്പി ആണ്. ക്ലിയർ ആണോ? 1 to 10 വരെ കനോപ്പി ഡെൻസിറ്റി പോയി കഴിഞ്ഞാൽ എന്താണ് വിളിക്കുന്നത്? 1 to 10 ആ ഒരു ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് സ്ക്രബ്സ്. അത്രയൊക്കെ അറിഞ്ഞു. ഇനി കൂടുതൽ വേണ്ട, മിനിമം ഇത്ര അറിഞ്ഞു വെച്ചാൽ മതി. ഇതിന് അപ്പുറത്തേക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. അടുത്ത അറിയേണ്ടത് മാംഗ്രൂവ് കവർ ആണ്. മാംഗ്രൂവ് കവർ, ടോട്ടൽ മാംഗ്രൂവ് കവർ ഇൻ ഇന്ത്യ. ക്യാൻ യു ഗസ് വേറെ എത്രയായിരിക്കും ഇന്ത്യയിലെ ടോട്ടൽ മാംഗ്രൂവ് കവർ? ടോട്ടൽ ഏരിയയുടെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? സ്ക്വയർ കിലോമീറ്റർ പറഞ്ഞാലും മതി. .15% of total land area. ടോട്ടൽ ലാൻഡ് ഏരിയയുടെ 0.15% ആണ് മാംഗ്രൂവ്. ടോപ്പ് 5 സ്റ്റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ, ആൻഡമാൻ. നമുക്ക് യൂണിയൻ ടെറിട്ടറി ആയിട്ട് എടുക്കാം. സ്റ്റിൽ ആ ഒരു ഓർഡർ പോയി കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ, ആൻഡമാൻ, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ. ടോപ്പ് 5 സ്റ്റേറ്റ്സ്. അതേപോലെ ടോട്ടൽ മാംഗ്രൂവ് ഏരിയ reduced as compared to 2019.
2019 വെച്ച് നോക്കുമ്പോഴത്തേക്ക് മാംഗ്രൂവ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ സർ, കുറേയാണോ കൂടുക ചെയ്തത്? 0.34% അല്ലേ? ഒരു സെക്കൻഡ്, കൂടുകയാണോ ചെയ്തത് മാംഗ്രൂവ്? മാംഗ്രൂവ് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ട് പറയാം. മാംഗ്രൂവ് കൂടുക കുറയുന്നുള്ളത് ഉറപ്പാണോ? മാംഗ്രൂവോ ബാംബോ ഏതോ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് മെമ്മറി അല്ല, എനിക്കറിയില്ല. ഞാനും ഓർമ്മയിൽ നിർത്ത് പറഞ്ഞതാണ്. പ്ലീസ് ക്രോസ് ചെക്ക് ആൻഡ് കമന്റ്. വീഡിയോയിൽ കമന്റ് ചെയ്തേക്കെ. മാംഗ്രൂവോ ബാംബോ ഒന്ന് ഏതോ ഒന്ന് കുറയോ കൂടുകയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറേയൊന്നും കൂടെ ചെയ്യുന്നുള്ളത് ഞാൻ നാളെ പറയാം, അല്ലെങ്കിൽ അടുത്ത സെഷനകത്ത് പറയാം. ഞാൻ ഇന്ന് നോക്കിയിട്ട് പറയാം. നോക്കിയിട്ടില്ല, ഞാൻ മെമ്മറി എടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ അത് ഞാനൊന്ന് റെഫർ ചെയ്തിട്ട് പറയാം. നിങ്ങളും ഒന്ന് നോക്കി വെച്ചേക്കാം. നാളെ വന്നിട്ട് പറഞ്ഞാൽ മതി 2019 നിന്ന് 2021 വന്നപ്പോഴത്തേക്ക് മാംഗ്രൂവ് കവറിന് എന്ത് പറ്റി എന്നുള്ളത്. ഓക്കെ, ദെൻ അടുത്തൊരു ഫാക്ട് അറിയേണ്ടത്, ഇൻ ടേംസ് ഓഫ് ടോട്ടൽ ഫോറസ്റ്റ് കവർ ഇന്ത്യയുടെ ഗ്ലോബൽ പൊസിഷൻ എത്രയാണ്? ഇൻ ടേംസ് ഓഫ് ടോട്ടൽ ഫോറസ്റ്റ് ഏരിയ ഇന്ത്യയുടെ ഗ്ലോബൽ പൊസിഷൻ എത്രയാണ്? 10th. ഫസ്റ്റ് കൺട്രി ഏതാ? ഫസ്റ്റ് കൺട്രി ഏതാ? റഷ്യ. റഷ്യ. ഓക്കെ, ശരി. ലാസ്റ്റ് ഒരു ഫാക്ട് കൂടി നോക്കി വെച്ചാൽ മതി. ഫോർ ദ ഫസ്റ്റ് ടൈം Tiger Reserve and Gir National Park. For the first time, Tiger Reserves and Gir National Park based forest survey was conducted. ഗിർ നാഷണൽ പാർക്കിനുള്ളിലും ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ടൈഗർ റിസർവ്സിലും അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഫോറസ്റ്റ് സർവേ നടന്നു എന്നുള്ളതാണ്. എത്രത്തോളം ഫോറസ്റ്റ് വേണം ടൈഗേഴ്സിനെ സർവൈവ് ചെയ്യാൻ എന്ന രീതിയിൽ ആ ഒരു ഒബ്ജക്റ്റീവ് കൂടി നടത്തിയ സർവേ ആണ്. അത് പ്രകാരം ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഏരിയ ഉള്ള ടൈഗർ റിസർവ് ഏതാ? അത് നോക്കി വേണമെങ്കിൽ ചോദിക്കാം. ഇത് ഓൾറെഡി ചോദിച്ചതാണ്, അതൊന്നും ചോദിക്കാൻ സാധ്യത കുറവാണ്. ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കവർ ഉള്ള ഇൻ ടേംസ് ഓഫ് ഏരിയ ടൈഗർ റിസർവ് ഏതാ? നാഗാർജുന സാഗർ ടൈഗർ റിസർവ്, NSTM. ഇത്രയും ഫാക്ടറുകൾ നോക്കി വെച്ചേക്കാം. ക്ലിയർ? ഇതാണ് ഇന്ത്യയിലെ ഫോറസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക്സ്. ക്ലിയർ ആണോ? ഓക്കെ, ശരി. നമുക്കിനി അടുത്ത പഠിക്കേണ്ടത് എഴുതിക്കോ. അടുത്ത എഴുതിക്കോ. കോസസ് ഓഫ് deforestation in India. Causes of deforestation in India, which is actually your homework. പ്ലീസ് റെഫർ. അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യയിൽ ഓരോ സ്ഥലത്തും ഡീഫോറസ്റ്റേഷൻ നടക്കാനായിട്ട് ഓരോ റീസൺ ആണ്.
അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കാം. ഒരു മെയിൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എൻ സി ആർട്ടിൽ അത്യാവശ്യം നല്ല രീതിക്ക് പറയുന്നുണ്ട്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അതിൻ്റെ ഡിഫറെൻറ്റ് ഫാക്ട്സ് ഇതൊന്ന് നോക്കി വെച്ചേക്കാം. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയെങ്കിലും ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഉണ്ടോ? ഹോംവർക്കാണ്, ഇത് നാളെ പറഞ്ഞാൽ മതി. ഏത് ഭാഗത്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ഭാഗത്താണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനെ പറ്റി മെൻഷൻ ഉള്ളത്? വെറുതെ നോക്കിയിട്ട് നാളെ പറഞ്ഞോ. ഇപ്പോൾ കോസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ നിങ്ങൾ ഫോറസ്റ്റ് ആക്ട്സിലുണ്ടോ ഇല്ല എന്നുള്ളത് ചിലപ്പോൾ ഒത്തിരി ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ കോസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ ഒന്ന് നമ്പർ ഇട്ട് എഴുതിയാൽ മതി, ഓരോ റീസൺ എന്താണെന്നുള്ളത്. ഓക്കെ, അത് ഞാനായിട്ട് പറയുന്ന കാര്യമില്ല, മെയിൻ സ്പെസിഫിക് ആണ്, വളരെ ജനറൽ ആയിട്ടുള്ള റീസൺ ആണ്. നമുക്ക് അടുത്ത പഠിക്കേണ്ടത് പ്രിവെൻഷൻ ഓഫ് ഡീഫോറസ്റ്റേഷൻ ഇൻ ഇന്ത്യ. അത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം, ഒരു വീഡിയോ ആയിട്ട് അത് കംപ്ലീറ്റ് പറഞ്ഞുതരാം. പ്രിവെൻഷൻ ഓഫ് ഡീഫോറസ്റ്റേഷൻ ഇൻ ഇന്ത്യ, അത് കംപ്ലീറ്റ് യു ഹാവ് ടു സ്റ്റഡി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള പോർഷനാണ്. അപ്പോൾ ഞാൻ നോട്ട് അറേഞ്ച് ചെയ്തിട്ടില്ല, അപ്പോൾ അത് അറേഞ്ച് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതും കൂടെ അറേഞ്ച് ചെയ്തിട്ട് നാളെ ഹൗ ടു പ്രിവെൻറ്റ് ഡീഫോറസ്റ്റേഷൻ അത് പഠിക്കാം, നോക്കി വെച്ചേക്കാം. അത് വളരെ എളുപ്പം, പെട്ടെന്ന് തീരും. നമുക്ക് അതിനകത്തൊരു മൂന്നാല് ആക്ട്സ് പഠിക്കാനായിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. IFA 1927, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, അതിൻ്റെ അമെൻമെൻറ്റ് ആക്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെൻറ്റ് ആക്ട് 2024, NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട്, STFRA 2006, NGT 2010, sorry, STFRA 2006, then CAMBA 2016, National Forest Policy 1988, Prevention of Deforestation in India. ഇത്രയും കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഇതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, ഓരോന്നിൻ്റെയും മേജർ ആയിട്ടുള്ള റൂൾസ്, PVQ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. പ്രത്യേകിച്ച് FCA നോക്കി വെച്ചേക്ക്, ഇപ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ FCA എന്ന് എക്സ്പെക്ട് ചെയ്യാം. FCA 1980 നിന്നോ അതിൻ്റെ അമെൻമെൻറ്റിൽ നിന്നോ എക്സ്പെക്ട് ചെയ്യാം. അമെൻമെൻറ്റ് കുറച്ച് കോൺട്രവേഴ്സി ആയതുകൊണ്ട് അതിനകത്തുനിന്ന് വരാൻ സാധ്യത കുറവായിരിക്കും, പക്ഷേ FCA 1980 എന്തായാലും ചോദിക്കാം. ക്ലിയർ ആണോ എല്ലാവർക്കും? ശരി, നാളെ കാണാം. അപ്പോൾ നാളെ ഞാൻ ഇത്രയും ആക്ട്സും നാളെ കവർ ചെയ്ത് തീർക്കും. തൊട്ടടുത്ത ദിവസം ഡെസർട്ടിഫിക്കേഷനോടെ കവർ ചെയ്ത് തീർക്കും. ഒരു 3 ദിവസം കൊണ്ട് ഈ ഒരു മൊഡ്യൂൾ തീർക്കാം. ഓക്കെ, ശരി, അടുത്ത ദിവസം കാണാം.